നിരാലംബരായ കുട്ടികൾക്ക് അണുവിമുക്ത അന്തരീക്ഷത്തിൽ സൗജന്യ താമസ സൗകര്യമൊരുക്കി നന്മയുടെ വെളിച്ചമാവുകയാണ് കോഴിക്കോട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ്. മെഡിക്കൽ കോളേജിലെത്തുന്ന ക്യാൻസർ, കിഡ്നി, ലുക്കീമിയ ബാധിച്ച കുട്ടികൾ എന്നിവർക്കുള്ള പദ്ധതിയായ കെയർ ഹോമിന്റെ ഉദ്ഘാടനം ഈ മാസം 31-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 25 വർഷം മുൻപാണ് കോഴിക്കോട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് മെഡിക്കൽ കോളേജിന് സമീപം സേവന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയത്. ഭക്ഷണവും മരുന്നും സൗജന്യമായി രോഗികൾക്കും കൂട്ടിരിക്കുന്നവർക്കും നൽകിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് പ്രവർത്തനം തുടങ്ങിയത്. തുടർന്ന് സ്ഥിരം ഭക്ഷണം നൽകൽ പദ്ധതി ആരംഭിച്ചു. നിർധനർക്ക് വീട്, മെഡിക്കൽ കോളേജിന് സമീപം നിരവധി വീടുകളിൽ പ്രാഥമികൃത്യത്തിനുള്ള സംവിധാനം, കുട്ടികളുടെ ശസ്ത്രക്രിയ പൂർത്തീകരിക്കാൻ സഹായം, കിഡ്നി രോഗം നേരത്തെ കണ്ടെത്തുന്നതിനുള്ള കീ പദ്ധതി, അങ്ങനെ സേവനം മുഖമുദ്രയാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ 14ാമത് പ്രൊജക്റ്റാണ് കെയർ ഹോം. അപ്പോൾ ഇത്രയും ആളുകൾ ഡിസ്ചാർജ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് AC ഉള്ള കാറിലൊന്നും പോകാൻ കഴിയില്ല. അവർ പബ്ലിക് ട്രാൻസ്പോർട്ടായ ബസ്സിലോ ട്രെയിനിലോ ആയിരിക്കും പോവുക. അപ്പോൾ അവർ ആ തിക്കി നിറക്കി ഈ ഒരു അവസ്ഥയിൽ ചികിത്സാ കളവിൽ അവൾ ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞ സമയത്തായിരിക്കും അവർ യാത്ര ചെയ്യുന്നത്. സ്വാഭാവികമായി അവർക്ക് പൂർണ്ണമായി അണുബാധയായിട്ടാണ് വീണ്ടും തിരിച്ചു വരിക. അപ്പോൾ ഇവർക്ക് ചികിത്സ ഒരു നിലക്കും ഫലപ്രദമാവാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക. ഈ ഒരു താമസ സൗകര്യത്തോടു കൂടി അവർക്ക് രോഗത്തിന് പൂർണ്ണമായൊരു നല്ലൊരു സക്സസ് റേറ്റിലേക്ക് അവരെത്തുകയും ചെയ്യും. 44,000 സ്ക്വയർ ഫീറ്റിൽ 7 നില കെട്ടിടമാണ് കെയർ ഹോം. ശീതീകരിച്ച 100 മുറികൾ താമസക്കാർക്കായി സജ്ജമായി. സ്ക്വയർ ഫീറ്റിന് 2000 രൂപ വെച്ച് ആയിരക്കണക്കിന് സുമനസ്സുകളുടെ സഹായത്താലും ഏതാനും സംരംഭകരും കൂടിച്ചേർന്നാണ് കോടികൾ മതിക്കുന്ന ഈ പദ്ധതി പൂർത്തീകരിച്ചത്. ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇതിലൂടെ നൂറുകണക്കിന് രോഗികൾക്ക് ആശ്വാസം പകരാൻ കഴിയുകയും അതുപോലെ തന്നെ ഈ ആതുര സേവന ശുശ്രൂഷ രംഗത്ത് പുതിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിനൊട്ടാകെ നല്ല ഒരു മാതൃക പണിയാൻ കൂടി ഈ ആളുകൾക്ക് ഇവിടെ സാധിച്ചിരിക്കുകയാണ്. സമാനമായ വിധത്തിലുള്ള പദ്ധതികളും പരിപാടികളുമൊക്കെ നമ്മുടെ നാട്ടിൽ എമ്പാടും ഇതിൻ്റെ മറപിടിച്ചുകൊണ്ട് ഇതിനൊരു മാതൃകയായി കൊണ്ട് കടന്നു വരുമെന്നാണ് നമ്മപ്പോലുള്ള ആളുകൾ ശുഭപ്രതീക്ഷയിലാണുള്ളത്. 35 മുറികൾ വീതം ക്യാൻസർ രോഗികൾക്കും വൃക്ക രോഗികൾക്കുമായും 26 മുറികൾ ലുക്കീമിയ രോഗികൾക്കായും എമർജൻസിക്കായി 4 മുറികൾ വേറെയും സജ്ജീകരിച്ചിട്ടുണ്ട്. മുറികളെല്ലാം ചായം കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. കോൺഫറൻസ് ഹാളും കിച്ചണും വെള്ളം ശുദ്ധീകരണ സംവിധാനവും സോളാർ പ്ലാന്റും എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കാരുണ്യത്തിന്റെ വെളിച്ചത്തെ ഇനി കെയർ ഹോമിൽ നേരിട്ട് കാണാം.